നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവമാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. അതായത് തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം മേടമാസത്തിലെ ഉത്രനാളിലാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കൊടികയറ്റ്. 17 ആനകളെയാണ് അവിടെ എഴുന്നള്ളിക്കുക. അതായത് 2 ഉള്ളാനകളടക്കം, ഉള്ളാനകൾ എന്ന് വെച്ചാൽ കുഞ്ഞാനകൾ, 15 തലപ്പൊക്കമുള്ള ഗജവീരന്മാരും അപ്പുറവും ഇപ്പുറവും 2 കുഞ്ഞാനകളും ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള നടപ്പന്തലിലെ നിൽപ്പ് കാണേണ്ടത് തന്നെയാണ്. കൂടാണ്ട് വാദ്യമേളങ്ങളും സാംസ്കാരിക പരിപാടികളും എല്ലാം ഉത്സവകാലത്തുണ്ട്. നമ്മുടെ ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേയാണ് കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. കൂടാണ്ട് ഉത്സവങ്ങളിലെ നമ്മുടെ കേരളത്തിലെ ഉത്സവങ്ങൾ മകരത്തിലെ തുടങ്ങുക. സാധാരണയായിട്ട് മകരത്തിൽ തുടങ്ങി മേടത്തിൽ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടു കൂടി ഇക്കൊല്ലത്തെ ഉത്സവങ്ങൾ അവസാനിക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ അടുത്ത കൊല്ലം മകരമാസം വരെ നമ്മൾ കാത്തിരിക്കണം. ധാരാളം കലാകാരന്മാരും, അതായത് ഏകദേശം നോട്ടീസിൽ കണ്ടത് 3200 പരം കലാകാരന്മാർ 2 വേദികളിലായി ഈ 10 ദിവസത്തെ ഉത്സവങ്ങളിൽ പങ്കെടുക്കണു എന്നുള്ളതാണ്. തദ്ദേശീയരും അന്യദേശക്കാരുമായ കലാകാരന്മാർക്ക് ഒരേപോലെ പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള വേദികളാണ് കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവവേദിയിലുള്ളത്. കൂടാണ്ട് നമ്മൾ എത്ര പേര് ചെന്നാലും അവിടെ നമുക്ക് തിരക്ക് തോന്നുകയേയില്ല. കാരണം ക്ഷേത്രത്തിലെ ഭൂമി അത്ര വലിയ വിസ്തൃതിയുള്ള ഭൂമിയാണ്. കൂടാണ്ട് ക്ഷേത്രക്കുളവും ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്നു. പിന്നെ ഭരതസ്വാമിയെ പറ്റി എന്താ പറയുക? ത്യാഗത്തിൻ്റെയും കടമയുടെയും സഹോദര സ്നേഹത്തിൻ്റെയും മൂർത്തിഭാവമാണ് നമ്മുടെ ഭരതൻ സ്വാമി. ഞങ്ങളുടെ നാട്ടിൽ വേറൊരു ക്ഷേത്രത്തിൽ ഞങ്ങൾ വേറൊരു വഴിപാടും കൂടി കഴിക്കും. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ വല്ല കല്യാണങ്ങളോ മറ്റോ വരുമ്പോൾ മഴ പെയ്യാണ്ടിരിക്കാൻ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ ഭരതസ്വാമിക്ക് താമരമാല നേരും. പിന്നെ കൂടാണ്ട് വയറുവേദനയ്ക്ക് വഴുതനങ്ങ കൊണ്ടുള്ള ഒരു മരുന്നും, വഴുതനങ്ങ നേതിച്ചുള്ള മരുന്നും കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിൽ ലഭിക്കുന്നു. അതുപോലെ കാണാൻ ധാരാളം കാഴ്ചകൾ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവകാലത്തുണ്ട്. തലപ്പൊക്കമുള്ള ധാരാളം ആനകളും ധാരാളം തോരണങ്ങളും അലങ്കാരങ്ങളും, എന്താ പറയുക, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ ഇത്രയൊക്കെ എനിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 10 ദിവസം നിലനിൽക്കുന്ന ഉത്സവത്തിൽ ഏകദേശം 18-ാം തീയതി, നമ്മുടെ 18-ാം തീയതിയാണ് ആറാട്ട്. അതിനുള്ളിൽ എല്ലാവരും പോയി കാണണം. കൂടാണ്ട് അവസാനത്തെ ദിവസം, അതായത് മെയ് 16 വെള്ളിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം എല്ലാ കൊല്ലവും ഉണ്ടാവും കേട്ടോ കഥകളി. അതും ഒന്ന് പോയി കണ്ടാൽ വളരെ നല്ലതാണ്. കാരണം ശ്രീരാമ പട്ടാഭിഷേകം ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറയും ആ കഥകളി കണ്ടാൽ നേരിൽ കാണുന്നൊരു അനുഭവമാണ് നമുക്ക് പട്ടാഭിഷേകം ശ്രീരാമസ്വാമിയുടെ. അത് എല്ലാ കൊല്ലവും ഉണ്ട്. ഇക്കൊല്ലം വരുന്നത് മെയ് 16 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണൂ കേട്ടോ, പറ്റുന്നവരൊക്കെ. ഓക്കെ, ഞാനും കഥകളി കാണാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ശ്രീ കൂടൽമാണിക്യസ്വാമി ഭഗവാൻ, അതായത് സംഗമേശ്വരൻ അനുഗ്രഹിക്കട്ടെ അതിന്. ഓക്കെ.